കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് അർജുനെ ഷിരൂരിൽ കാണാതാകുന്നത്. അന്ന് അങ്കോളയിലെ ഷിരൂരിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ പല കാര്യങ്ങളും മൂടിവെക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ദൃക്സാക്ഷിയായ ഷിനു പറയുന്നത്. ഈ സംഭവം നടക്കുന്നതിൻ്റെ 20 മിനിറ്റ് മുൻപ് ഈ ഷിനു എന്ന സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഷിരൂരിലെ ലക്ഷ്മണേട്ടൻ്റെ ചായക്കടയുടെ അടുത്താണ് ഞാനും അന്ന് ലോറി പാർക്ക് ചെയ്തത്. കേരളത്തിൽ നിന്നും വരുന്ന എല്ലാ ട്രക്ക് ഡ്രൈവർമാരും അവർ ചായ കുടിക്കാനും കുളിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമൊക്കെ വണ്ടി നിർത്തുന്നത് ലക്ഷ്മണേട്ടൻ്റെ ചായക്കടയുടെ മുന്നിലായിരിക്കും. അവിടെ നല്ല സൗകര്യമാണുള്ളത്, എല്ലാ കാര്യങ്ങൾക്കും നല്ല സൗകര്യമാണ്. മാത്രവുമല്ല, ലക്ഷ്മണേട്ടനും ഭാര്യയും കുട്ടികളുമൊക്കെ ഒരു മലയാളികളോട് അവർക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെയായിരുന്നു. കർണാടകയിലുള്ള മറ്റു കടകളെ അപേക്ഷിച്ച് ലക്ഷ്മണേട്ടൻ്റെ ചായക്കട വളരെ നല്ല നീറ്റും വെടുപ്പുമൊക്കെയായിരുന്നു. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഭക്ഷണത്തിന്. മാത്രവുമല്ല, ഒരു കേരളീയ ഭക്ഷണം പോലെ തോന്നിപ്പിക്കുന്ന ഭക്ഷണമായിരുന്നു അവിടുത്തേത്. കൂടാതെ അവരുടെ ആ സ്നേഹപ്രകടനം ഒരു കുടുംബത്തിൽ അംഗങ്ങൾ വന്നാലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ലക്ഷ്മണേട്ടനും ഭാര്യയും കുട്ടികളും പ്രകടിപ്പിച്ചിരുന്നത്. ലക്ഷ്മണേട്ടൻ്റെ ചായക്കട കഴിഞ്ഞാൽ അടുത്ത കട വരുന്നത് വിജയേട്ടൻ്റെ ചായക്കടയാണ്. അവിടെ അന്ന് ആ സമയത്ത് വളരെയധികം വെള്ളപ്പൊക്കം നിറഞ്ഞ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ആ ഷിരൂരിൽ ആ സംഭവം നടക്കുന്ന അന്ന് ഈ ഷിനു അവിടെ ഉണ്ടായിരുന്നു. അന്ന് ലക്ഷ്മണേട്ടൻ്റെ ചായക്കടയുടെ അടുത്തായിരുന്നു വണ്ടി പാർക്ക് ചെയ്ത് മറ്റുള്ള പ്രാഥമിക കാര്യങ്ങളുമെല്ലാം ചെയ്തതും അവിടെ നിന്നും ഭക്ഷണം കഴിച്ചതുമൊക്കെ. ഞങ്ങൾ ലക്ഷ്മണേട്ടൻ്റെ ചായക്കട എത്തുന്നതിന് മുൻപ് ഏകദേശം 2 കിലോമീറ്റർ മുൻപ് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ലക്ഷ്മണേട്ടൻ്റെ 2 കിലോമീറ്റർ അകലെ മണ്ണിടിച്ചിൽ നടന്നത്. അർജുന് അപകടം സംഭവിച്ചു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു മണ്ണിടിച്ചിലും നടന്നത് എന്നാണ് ഷിനു പറയുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിൽ നടക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് 2 കിലോമീറ്റർ അകലെയും മറ്റൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. 2 ബസ്സിൻ്റെ മുന്നിലേക്കായിരുന്നു ആ മണ്ണിടിഞ്ഞ് വീണത്. പെട്ടെന്ന് തന്നെ വണ്ടി ബാക്കിലേക്ക് എടുത്തുകൊണ്ട് ഡിവൈഡറും കടന്ന് റോങ് സൈഡിലൂടെ പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞങ്ങൾ ഷിരൂരിൽ ലക്ഷ്മണേട്ടൻ്റെ ചായക്കടയുടെ മുന്നിലെത്തുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി അവിടെ ഒതുക്കി. ഭക്ഷണം കഴിക്കാനും കുളിക്കാനുമായിരുന്നു അവർ അന്ന് വണ്ടി അവിടെ ഒതുക്കിയത്. ആ സമയത്ത് ഒരു മലയാളി ഡ്രൈവർ ലക്ഷ്മണേട്ടൻ്റെ ചായക്കടയുടെ ബാക്ക് സൈഡിലുള്ള ഗംഗാവാലി പുഴയിൽ കുളിക്കുന്നുണ്ടായിരുന്നു. ഒരു ഭാരത് ബെൻസും അവിടെ ഉണ്ടായിരുന്നു. അത് അർജുൻ്റേതാണോ എന്ന് കൃത്യമല്ല, അർജുൻ്റേതാണോ ആ വണ്ടി എന്ന് കറക്റ്റ് അറിയില്ല. കൂടാതെ മംഗലാപുരത്തു നിന്നും ഇന്ധനം നിറച്ചു വരുന്ന 2 ടാങ്കർ ലോറികളും മംഗലാപുരത്തേക്ക് തിരികെ പോകുന്ന ഒരു ടാങ്കർ ലോറിയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കർണാടക രജിസ്ട്രേഷൻ ഒരു കാറും ഉണ്ടായിരുന്നു. അർജുൻ്റെ ലോറി അവിടെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, ഷിനു പറയുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വണ്ടികൾ ഞാൻ മുൻപ് പറഞ്ഞ വണ്ടികൾ മാത്രമായിരുന്നു. സ്ഥിരമായി അവിടെ കാറുകളും ലോറികളും നിർത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യവുമൊന്നുമില്ലായിരുന്നു. ഞാൻ ഈ സംഭവ സ്ഥലത്ത് നിന്നും കടന്നു പോയി 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം ഷിരൂരിൽ നടക്കുന്നത്. സംഭവം അറിഞ്ഞ് ഞാൻ തിരികെ ലക്ഷ്മണേട്ടൻ്റെ ചായക്കടയുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു. മാത്രവുമല്ല, മല ഇടിഞ്ഞ് ഒന്നും കാണാത്ത അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് അവിടെ എത്ര മനുഷ്യരുടെ ജീവൻ പോയെന്നോ എത്ര വാഹനങ്ങൾ മണ്ണിനടിയിൽ പെട്ടെന്നോ
ഒന്നും തന്നെ അറിവില്ലായിരുന്നു. താൻ 20 മിനിറ്റ് മുൻപ് കണ്ട ആ ഒരു പരിസരം അല്ല പിന്നീട് ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത്. പകച്ച് ഭയപ്പാടോടെ നിൽക്കുന്ന കുറേ പേരുകളെയാണ് ഞാനപ്പോൾ അവിടെ കണ്ടത്. ഞാനും ആ അവസ്ഥയിൽ തന്നെയായിരുന്നു അപ്പോൾ. ആരെയും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മാത്രവുമല്ല, കോണ്ടാക്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവിടെ ആരും ഇടപെടില്ല. നമ്മുടെ ജീവനും സ്വത്തും നമ്മൾ സ്വയം തന്നെ കാക്കണം. ഒന്നാമതായി ഭാഷ അറിയില്ല. ചികിത്സിക്കാനായി നല്ല ഹോസ്പിറ്റൽ പോലുമില്ല. ഈ ദൃശ്യം നേരിൽ കണ്ട ഒരുപാട് ആളുകൾ അവിടെയുണ്ടായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരാണ് ഇതിലൊക്കെ ഉൾപ്പെട്ടത്? എത്ര വീടുകൾ നശിച്ചു? ഇവയെല്ലാം അറിയാവുന്ന ആളുകൾ അവിടെയുണ്ട്. പക്ഷേ ഇവരാരും തന്നെ അത് പുറത്തു പറയാൻ ധൈര്യം കാണിക്കില്ല. അവർക്ക് പേടിയാണ്. സർക്കാരിനെയും പോലീസിനെയും ഭയമാണ്. ശബ്ദമുയർത്തുന്നവനെ അടിച്ച് ഒതുക്കലാണ് അവിടുത്തെ നിയമപാലകർ ചെയ്യുന്നത്. ഈ ദൃശ്യം കണ്ട ഒരു ലോറി ഡ്രൈവറെ എനിക്കറിയാം. അയാൾ ഈ സംഭവത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അയാൾ ലോറിയുമായി കടന്നു പോരുമ്പോൾ തൊട്ടില്ല എന്ന രീതിയിലായിരുന്നു മണ്ണിടിച്ചിൽ നടന്നത്. അയാൾ മാത്രമല്ല, മറ്റ് പല ആളുകളും ഈ സംഭവത്തിന് ദൃക്സാക്ഷികളാണ്. പക്ഷേ അവരാരും തന്നെ ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല. അവർക്ക് ഭയമാണ്. ഈ സംഭവം നടന്നിട്ട് ഒരു വാർഡ് മെമ്പറോ കൗൺസിലറോ വേണ്ട അധികൃതരോ ആരും അവിടെ എത്തിയിട്ടില്ല. അവരെല്ലാവരും തന്നെ അവരുടെ പോക്കറ്റ് നടക്കാനുള്ള ശ്രമങ്ങൾ മാത്രമേ നടത്തുകയുള്ളൂ. അവിടെ മനുഷ്യനോ മനുഷ്യജീവനോ ഒന്നും തന്നെ യാതൊരു വിലയുമില്ല. ഷിനു തുടരുകയാണ്. പോയവർ പോയി, ഇനി അടുത്തതെന്ത് എന്ന നിലപാടാണ് അവിടെ ഉള്ളവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകളും നിസ്സഹായരായി നിൽക്കുന്ന ആ ദുഃഖകരമായ അവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടത്. നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ എത്തേണ്ടവർ എല്ലാവരും എത്തും. പോലീസും പട്ടാളവും വാർഡ് മെമ്പറും കൗൺസിലറും എല്ലാവരും എത്തും. വേണ്ട നടപടികൾ തന്നെ ആ സ്പോട്ടിൽ തന്നെ ചെയ്തിട്ടുമുണ്ടാകും. രക്ഷപ്പെടുത്താനുള്ളവരെ പരമാവധി രക്ഷപ്പെടുത്താൻ നോക്കും. അതാണ് നമ്മുടെ കേരളം. പക്ഷേ ഷിരൂരിലെ അവസ്ഥ അപ്രകാരമല്ല. മാനുഷിക പരിഗണന പോലും അവിടെ ലഭിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയും പോലീസിൻ്റെ പിടിച്ചുപറിയും ഞങ്ങൾക്കറിയാം. ഷിനു വീണ്ടും തുടർന്നു. ഒരു ബോർഡർ കടക്കുന്നതിന് വേണ്ടി പിഴിയുന്നതിൻ്റെ അങ്ങേ അറ്റം പിഴിഞ്ഞെടുക്കും. അർജുൻ ആ ബ്ലാസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല. അത് അർജുൻ്റെ വീട്ടുകാർക്കും പലർക്കും അറിയാം. പല ചാനലുകളും അത് മറച്ചു വെക്കുന്നതാണ്. സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ഷിനു പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അർജുൻ ആ ബ്ലാസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ഒരു മണ്ണിടിച്ചിൽ മാത്രമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. മണ്ണിടിച്ചിലിന് പുറമെ ഭയാനകമായ അപകടവും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പലർക്കും അറിയാം. പക്ഷേ പലരും ഇത് മറച്ചു വെക്കുകയാണ് പറയാൻ. ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ വരുന്ന സമയത്ത് ടാങ്കർ ലോറി അവിടെ കണ്ടതാണ്. ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണതിൻ്റെ സ്പാർക്ക് സംഭവിച്ചതാണ് മറുകരയിൽ അപകടമുണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുഴയിൽ അന്ന് വലിയൊരു സ്ഫോടനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ അപ്പുറത്തെ ആ സൈഡിലുള്ള കരയിലുള്ള വീടുകളെല്ലാം തകർന്നു പോയത്. അതുതന്നെയാണ് സത്യവും. ഷിനു ഒരുപാട് കാര്യങ്ങളാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത്.